പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. സകലാബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ സമാപിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ അന്ത്യ ചുമനം നൽകി ഇപ്പോൾ യാത്ര അയക്കുന്നതാണ്.
പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. നിന്റെ മകളുടെ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ലോകപ്രകാരം ഞങ്ങൾ നോക്കുമ്പോൾ ചെറിയൊരായുസ് എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ ക്രമീകരണത്തിലും നിന്റെ മകളെക്കുറിച്ച് അവിടുന്ന് എന്താഗ്രഹിച്ചിരുന്നുവോ ആ ആയുസ് അവൾ പൂർത്തിയാക്കി ദൈവഹിതപ്രകാരം തിരുസന്നിധിയിലേക്ക് മടങ്ങി വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശം, ആഗ്രഹം ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ, ആ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോകത്തിലെ അനുഗ്രഹമായ ജീവിതം തിരിച്ചറിയുവാൻ നമുക്കിടയാകുമ്പോഴാണ് ജീവൻ്റെ പ്രയാസങ്ങളെ അപ്രകാരം നേരിടുവാൻ തക്കണം കർത്താവ് ഇവിടെ നൽകുക. മരണം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അത് മനുഷ്യനെ സംബന്ധിച്ച് അനിവാര്യമാണ്. എല്ലാ മനുഷ്യരും മരിക്കേണ്ടവരാണ്, ദൈവസന്നിധിയിൽ എത്തിച്ചേരേണ്ടവരുമാണ്. അതുകൊണ്ട് ആ ഒരു വിധത്തിൽ നമുക്ക് പ്രത്യാശയോടുകൂടെ ഈ പ്രിയപ്പെട്ട ദാസിയെ യാത്രയയക്കാം. ഇടവകയുടെ അനുശോചനം, വ്യക്തിപരമായ എൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനമൊക്കെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ അനുഗ്രഹങ്ങൾ ലോകങ്ങൾ ചിന്തപ്പെടുമാറാകണമേ. ആമീൻ. ഇപ്പോഴും നീ ദൈവത്തോടെന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്തവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ലോകത്തിൽ വരുവാനിരിക്കുന്നവനായ ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഈ തരുണത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് അറിയിക്കുന്നു. സഭയിലെ പോഷക സംഘടനാ അംഗങ്ങൾ, സഭയിലെ ചുമതലക്കാർ, അനുശോചനം ആദരാഞ്ജലികൾ അർപ്പിച്ച എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.
തിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നൂരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ.